Our precious, precious friends, welcome to the presence of the living God. ഞങ്ങളുടെ വിലയേറിയ സ്നേഹിതരെ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. The Bible says, those who wait on the Lord വേദപുസ്തകം പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ shall rise up with wings as eagles. കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. How? എങ്ങനെ? With the strength given by God. ദൈവം നൽകുന്ന ശക്തി ഉപയോഗിച്ചുകൊണ്ട്. With the strength from the Holy Spirit. പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ശക്തിയാൽ. Isaiah 40, 30 and 31 യെശയ്യാവ് 40, 30, 31 വാക്യങ്ങൾ says so. അങ്ങനെ പറഞ്ഞിരിക്കുന്നു. And Acts 1:8 says, പ്രവൃത്തികളുടെ പുസ്തകം 1:8 പറയുന്നു, when the Holy Spirit is come upon you, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ you will receive power to be my witnesses. എന്റെ സാക്ഷികളാകാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. Yes, as we witness God's love and compassion, അതേ ദൈവത്തിന്റെ സ്നേഹവും മനസ്സിലും നാം സാക്ഷീകരിക്കുമ്പോൾ the demon powers tremble and fall. ഭൂതബാധകളൊക്കെയും വിറച്ച് നിലംപൊത്തും. If you read Mark chapter 5 and verse 8, മർക്കോസ് 5:18 വാക്യം നിങ്ങൾ വായിക്കുമെങ്കിൽ, after Jesus delivered the man who was demon possessed in the place called Gergesenes, ഗദരദേശത്ത് മനുഷ്യനെ കർത്താവ് ഭൂതത്തിൽ നിന്ന് വിടുവിച്ച നേരത്തിൽ തന്നെ he came and sat by Jesus. അവൻ വന്ന് യേശുവിന്റെ അടുക്കൽ ഇരുന്നു. His mind became clear. അവന്റെ മനസ്സ് സുബോധത്തിലേക്ക് വന്നു. All the demons that were in him got into the 2,000 swines and they perished. അവനിലുണ്ടായിരുന്ന ഭൂതങ്ങളൊക്കെയും ആ 2000 പന്നുകളിലേക്ക് പ്രവേശിച്ച് അവയൊക്കെയും ചത്തുപോയി. And this man was dressed properly. ഈ മനുഷ്യൻ ശരിയാവണ്ണം വസ്ത്രധാരണം ചെയ്തു. But the people of the city came and saw that and they feared. എന്നാൽ പട്ടണത്തിലുള്ള ആളുകൾ അതൊക്കെയും കണ്ടിട്ട് വന്ന് ഭയപ്പെട്ടു. And it was time for Jesus to go. യേശു പുറപ്പെട്ടു പോകാനുള്ള സമയമായി. The man who was delivered from the evil spirit said, Jesus, I want to come with you. ദുഷ്ടാത്മാക്കളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച മനുഷ്യൻ പറഞ്ഞു, യേശുവേ, എനിക്ക് അങ്ങയുടെ കൂടെ വരണം. But Jesus said, എന്നാൽ യേശു പറഞ്ഞു, go back to your family. നിന്റെ ഭവനത്തിലെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകാം. Go back to your people. നിന്റെ ജനങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോകാം. And share what God has done for you. ദൈവം നിനക്ക് എന്ത് ചെയ്തെന്നുവോ അത് അവരോട് പങ്കിടുക. Share how the Lord was gracious to you and delivered you from the hands of the devil. സാത്താന്റെ കയ്യിൽ നിന്ന് എങ്ങനെ കൃപാലുവായി ദൈവം നിന്നെ വിടുവിച്ചു എന്ന് പോയി അവരോട് പറയാം. Share how He brought you out of the tombs where you were crying as a madman and made you sit with everybody beautifully dressed. ഭ്രാന്തനെ പോലെ കല്ലറകളിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞ് വിലപിച്ചിരുന്ന നിന്നെ നല്ലവണ്ണം വസ്ത്രം ധരിച്ച് ജനങ്ങൾക്കിടയിൽ വന്നിരിക്കാൻ തക്കവണ്ണം ഇടവരുത്തിയ ദൈവത്തെ നീ പ്രസാദിപ്പിച്ച് ഘോഷിക്കാം. As you share it, നീ അത് പങ്കിടുമ്പോൾ everyone will receive peace. എല്ലാ ആളുകൾക്കും സമാധാനം ലഭിക്കും. All their fear will go. അവരുടെ ഭയമൊക്കെ മാറിപ്പോകും. And they will have the power to rise up and receive their miracle. അവർക്ക് എഴുന്നേറ്റ് അവരുടെ അത്ഭുതം പ്രാപിക്കാനുള്ള ശക്തി അവർക്ക് ലഭിക്കും. And the Holy Spirit gives you power to share that. പരിശുദ്ധാത്മാവ് അത് ഘോഷിക്കാനുള്ള ശക്തി നിനക്ക് നൽകും. In Ahmednagar, when we went, there was a man called Sadhu who came and shared his testimony in a similar way. അഹമ്മദ് നഗറിൽ ഞങ്ങൾ പോയപ്പോൾ അവിടെ സാധു എന്ന പേരിൽ ഒരു മനുഷ്യൻ വന്ന് ഇത്തരത്തിൽ ഞങ്ങളോട് ഒരു അനുഭവ സാക്ഷ്യം പങ്കിട്ടു. എൻ്റെ പേര് പരമേശ്വർ മാധവ് കാമറെ. ഞാൻ ലത്തൂർ നിവാസിയാണ്. ഞാൻ ഒരു ദുഷ്ട ആത്മാവിനാൽ ബാധിതനായിരുന്നു. ആ ദുഷ്ടാത്മാവിന്റെ ശക്തി എന്നിലുള്ളതിനാൽ മറ്റുള്ള ആളുകൾ എന്നെ ആദരിച്ച് നമസ്കരിച്ചിരുന്നു. എന്നെ ആളുകൾ സന്ദർശിക്കുമ്പോൾ എൻ്റെ ദുഷ്ടാത്മ ശക്തി കൊണ്ട് ഞാൻ അവരെ പൈശാചിക ശക്തികളിൽ നിന്നും രക്ഷിക്കുമായിരുന്നു. ഞാൻ ആഭിചാരവും കൂടോത്രം ചെയ്യുമായിരുന്നു. ഒരു ദിവസം ഞാൻ ഡോക്ടർ പോൾ ദിനകരൻ ഔറംഗാബാദിൽ വരുന്ന വിവരം അറിഞ്ഞു. ഞാൻ ആ മീറ്റിങ്ങിന് വളരെ പ്രത്യാശയോടെ പോയി. അന്ന് സഹോദരൻ ഡോക്ടർ പോൾ സംസാരിച്ച ദൈവവചനം എന്നെ വളരെയധികം ആശ്വസിപ്പിച്ചു. മീറ്റിങ്ങിന് ശേഷമുള്ള പ്രാർത്ഥനയുടെ സമയത്ത് ഡോക്ടർ പോൾ ദിനകരൻ എൻ്റെ പേര് വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, പരമേശ്വർ, ദൈവം നിന്നെ ഇപ്പോൾ തൊടുന്നു. നിന്റെ ജീവിതത്തെ ദൈവം ഇപ്പോൾ മാറ്റുന്നു. ആ നേരം ഞാൻ എൻ്റെ പാപങ്ങൾക്ക് ദൈവത്തോട് ക്ഷമ ചോദിച്ചു കരഞ്ഞപേക്ഷിച്ചു. അതിനെ തുടർന്ന് ദൈവം എൻ്റെ ജീവിതം പാടെ മാറ്റി. എന്നെ ദുഷ്ടാത്മാവിൻ്റെ ശക്തിയിൽ നിന്നും രക്ഷിച്ചു. ഇന്ന് എൻ്റെ കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ട്. ഇന്ന് കർത്താവായ യേശുവാണ് എനിക്കെല്ലാം.
Let's see how God called his name in Aurangabad. ഔറംഗാബാദിൽ എങ്ങനെയാണ് ദൈവം അവന്റെ പേര് വിളിച്ചത് എന്ന് നമുക്ക് കാണാം. Let their minds and heart open to Jesus, അവരുടെ മനസ്സും ഹൃദയവും യേശുവിനായി തുറക്കട്ടെ. who forgives us from all sin നമ്മുടെ സകല പാപങ്ങളും ക്ഷമിക്കുന്ന യേശുവിനു വേണ്ടി and makes us right with God as the children of God. ദൈവമക്കൾ എന്ന വണ്ണം ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാൻ നമ്മെ സഹായിക്കുന്ന യേശുവിനായി. പരമേശ്വർ, God touched you. ദൈവം നിന്നെ തൊട്ടിരിക്കുന്നു. Thank you, Jesus. Shall we clap our hands and give Jesus all the glory? യേശുവേ, അങ്ങേക്ക് നന്ദി. നമ്മുടെ കരങ്ങളടിച്ച് കർത്താവിന് സ്തോത്രം. My precious friend, you heard how this dear brother was totally transformed and he testified about God's power. എൻ്റെ പ്രിയ സ്നേഹിത, ഈ സഹോദരന് സമ്പൂർണ്ണമായി എങ്ങനെ രൂപാന്തരം സംഭവിച്ചു എന്നും അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യം അത്ഭുതകരമായി നിങ്ങൾ കേട്ടുവല്ലോ. And God made him a blessing to thousands and lakhs of people. ദൈവം അദ്ദേഹത്തെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് അനുഗ്രഹമാക്കി തീർത്തു. Yes, God wants to lift you up. ദൈവം നിങ്ങളെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. He says, he or she who honors me, I will honor. ദൈവം പറയുന്നു, എന്നെ മാനിക്കുന്നവനെ, എന്നെ മാനിക്കുന്നവളെ ഞാനും മാനിക്കും. God did it for me ദൈവം അത് എനിക്കായി ചെയ്തു. as a young person, ഒരു യുവാവായിരുന്നപ്പോൾ. and he will do it for you. അത് ദൈവം നിങ്ങൾക്കായി ചെയ്യും. Even today, you may have received so many miracles through the Jesus Calls ministry. ജീസസ് കോൾസ് ശുശ്രൂഷ മുഖാന്തരമായി നിങ്ങൾ അനേകം അത്ഭുതങ്ങൾ പ്രാപിച്ചു കാണും. Go to a prayer tower and share your testimony with one of the prayer intercessors and tell them, send it to Brother Paul. അല്ലെങ്കിൽ പ്രാർത്ഥനാ ഗോപുരത്തിലേക്ക് പോയി അവിടെ ഒരു പ്രാർത്ഥനാവീരനോട് നിങ്ങൾ പറയുവിൻ, നിങ്ങളുടെ സാക്ഷ്യം അറിയിച്ചിട്ട് ഇതാ ഡോക്ടർ പോളിന് അയച്ചു കൊടുപ്പിൻ എന്ന് പറയുവിൻ. And your testimony will comfort millions of people. They will receive miracle. നിങ്ങളുടെ സാക്ഷ്യം ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസമരുളും, അവർക്ക് അനുഗ്രഹം പകരും. And God will bless you abundantly. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. Even in my life, എൻ്റെ ജീവിതത്തിൽ തന്നെയും after the Lord transformed me, എന്നെ ദൈവം രൂപാന്തരപ്പെടുത്തിയതിനു ശേഷം the first thing the Lord asked me was to share what happened in my life. ഒന്നാമതായി ദൈവം എന്നോട് ആവശ്യപ്പെട്ടത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ മറ്റുള്ളവരോട് പങ്കിടാൻ ആവശ്യപ്പെട്ടു. I was living in sin, filled with bad habits in the college in the first year. കോളേജിൽ ഒന്നാം വർഷത്തിൽ പാപത്താൽ നിറഞ്ഞ ഞാൻ ദുശ്ശീലങ്ങളിൽ ജീവിച്ചിരുന്നു. But then during the holidays, the Lord touched my life and changed me. എന്നാൽ അവധിക്കാലത്ത് ദൈവം എന്നെ തൊട്ട് എൻ്റെ ജീവിതത്തിന് രൂപാന്തരം വരുത്തി. I went back to the same college. ഞാൻ അതേ കോളേജിലേക്ക് തന്നെ മടങ്ങിപ്പോയി. Started my second year. എൻ്റെ രണ്ടാം വർഷം തുടങ്ങി. All my bad habits had gone away. എൻ്റെ ദുശ്ശീലങ്ങളെല്ലാം മാറിപ്പോയിരിക്കുന്നു. I attended every hour, every class. ഞാൻ ഓരോ മണിക്കൂറും എല്ലാ ക്ലാസ്സും ശരിയായി പങ്കെടുത്തു. Started doing well in my tests. എൻ്റെ പരീക്ഷകൾ നന്നായി ചെയ്തു. And sat at the first table. ഒന്നാമത്തെ മേശയിൽ തന്നെ ഞാൻ ഇരുന്നു. Concentrated in the mission of studying. പഠനത്തിൽ ഞാൻ വളരെ ശ്രദ്ധ പുലർത്തി. My other classmates who were living in sin with me, എന്നോട് ചേർന്ന പാപത്തിൽ അധിവസിച്ച എൻ്റെ സഹപാഠികൾ വന്ന് they said, Paul, what has happened? അവർ ചോദിച്ചു, പോളെ എന്ത് സംഭവിച്ചു? Why you have become a sadhu now? എന്തുകൊണ്ട് നീ ഇപ്പോൾ ഒരു സാധുവായി തീർന്നിരിക്കുന്നു? You're not enjoying the world which God has created for you, man. മനുഷ്യ, നിനക്ക് വേണ്ടി ദൈവം നിർമ്മിച്ചിരിക്കുന്ന ഈ ലോകത്തെ നീ ആസ്വദിക്കുന്നില്ലല്ലോ. I used that opportunity ഞാൻ ആ അവസരം വിനിയോഗിച്ചു. and told them how Jesus changed me. യേശു എനിക്ക് എങ്ങനെ രൂപാന്തരം വരുത്തി എന്ന് ഞാൻ പറഞ്ഞു. How he has given me peace. എങ്ങനെ ദൈവം എനിക്ക് സമാധാനം നൽകി. He has given me the strength to take up my studies and do it well. എൻ്റെ പഠനം ഏറ്റെടുത്ത് നന്നായി ചെയ്യാൻ ദൈവം എനിക്ക് ശക്തി നൽകിയിരിക്കുന്നു. And then the whole college opened. അപ്പോഴേക്കും കോളേജ് ആകമാനം തുറക്കപ്പെട്ടു. The college management opened the doors for me to share to 600 students who were studying with me in the college. കോളേജിൽ അവിടെ പഠിക്കുന്ന 600 വിദ്യാർത്ഥികളോടും എൻ്റെ സാക്ഷ്യം പറയാൻ തക്കവണ്ണം കോളേജ് മാനേജ്മെന്റ് അനുമതി നൽകി. And when I did that, God gave me the strength. ഞാനത് ചെയ്തപ്പോൾ ദൈവം എനിക്ക് ശക്തി നൽകി. I passed all my exams. എൻ്റെ പരീക്ഷകളൊക്കെ ഞാൻ വിജയിച്ചു. In the same college at the convocation, I received a gold medal. അതേ കോളേജിൽ കോൺവൊക്കേഷനിൽ എനിക്ക് ഒരു സ്വർണ്ണ മെഡൽ ലഭ്യമായി. And God made me fly as an eagle right in that college. ആ കോളേജിൽ തന്നെ കഴുകനെ പോലെ പറക്കാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചു. And gave me degrees one by one. ദൈവം എനിക്ക് ബിരുദങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി നൽകി. My MBA, my PhD in advertising and so on. MBAയും അഡ്വർടൈസ്മെന്റിലെ PhDയും മറ്റു പലതും Made me fly as an eagle. ഒരു കഴുകനെ പോലെ പറക്കുവാനിടയാക്കി. All started with my sharing
about what Jesus did in my life. എൻ്റെ ജീവിതത്തിൽ യേശു എനിക്ക് ചെയ്തത് ഞാൻ പങ്കിട്ടതിൽ നിന്നാണ് ഇതെല്ലാം ആരംഭിച്ചത്. After I would share with them, ഞാൻ അവരോട് പങ്കിട്ടതിന് ശേഷവും, yes, I was a young man, I was a human being. അതെ, ഞാനൊരു യുവാവായിരുന്നു, ഒരു മനുഷ്യൻ തന്നെ ആയിരുന്നു. So temptations were coming. അതുകൊണ്ട് പരീക്ഷകൾ നേരിട്ടുകൊണ്ടിരുന്നു. But after I would share, എന്നാൽ ഞാൻ പങ്കിട്ടതിന് ശേഷം, when the temptations would come, പരീക്ഷകൾ കടന്നു വരുമ്പോൾ, I would say, I have shared about God's love and holiness to others. I must keep myself holy. ഞാൻ പറയും, ഞാൻ ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ വിശുദ്ധിയെക്കുറിച്ചും മറ്റൊരു പങ്കിട്ടതിനാൽ ഞാൻ വിശുദ്ധൻ ആയിരിക്കണം. I should not go back to the devil. ഞാൻ സാത്താന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകരുത്. And I would cry, ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും, Lord, change me. കർത്താവേ, എന്നെ മാറ്റണമേ, Change me. എനിക്ക് രൂപാന്തരം നൽകണമേ, Strengthen me. എന്നെ ശക്തീകരിക്കണമേ. And He would make me fly in the Spirit out of my temptation. എന്റെ പരീക്ഷകളിൽ നിന്ന് പുറത്തേക്ക് ആത്മാവിൽ ഉയരുവാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിക്കും. And I would be able to break the barrier of all the temptations and have strength to get into God's plan to accomplish much and to do well in my studies. എല്ലാ പരീക്ഷകളുടെ ബന്ധനങ്ങളെയും ഭേദിച്ചുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് എൻ്റെ പഠനത്തിൽ ഉന്നതകളിലേക്ക് ഉയരാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചു. So share to everyone what Jesus has done for you. അതുകൊണ്ട് യേശു നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന സംഗതികളൊക്കെയും എല്ലാ ആളുകളോടും നിങ്ങൾ പങ്കിടുവിൻ. That will give you the strength to fly high. അത് ഉയരത്തിലേക്ക് പറക്കാനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് തരും. And as you share, നിങ്ങൾ പങ്കിടുമ്പോൾ God will honor you for sharing His goodness. ദൈവത്തിന്റെ നന്മ നിങ്ങൾ പങ്കിടുന്ന മുഖാന്തരമായി ദൈവം നിങ്ങളെ മാനിക്കും. More goodness will come. അധികം മേന്മ നിങ്ങൾക്ക് ലഭിക്കും. More blessings will come. അധികം അനുഗ്രഹങ്ങൾ ലഭ്യമാകും. From the classroom sharing, I went on to the college platform to share about God's love for me. എനിക്ക് വേണ്ടിയുള്ള ദൈവസ്നേഹത്തെക്കുറിച്ച് ക്ലാസ് മുറിയിൽ പങ്കിട്ടതിന് ശേഷം കോളേജ് വേദികളിൽ ഞാൻ പങ്കിടാൻ തുടങ്ങി. And from the college platform, കോളേജിലെ വേദിയിൽ നിന്നും God took me to the public platform. ദൈവം എന്നെ പരസ്യ വേദികളിലേക്ക് കൊണ്ടുപോയി. One time, my father could not come and preach in that meeting. ഒരു പ്രാവശ്യം എൻ്റെ പിതാവിന് ആ യോഗത്തിൽ പോയി പ്രസംഗിക്കാൻ കഴിഞ്ഞില്ല. I was only 19 plus. എനിക്ക് 19 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. So they sent me. അവിടേക്ക് അവർ എന്നെ അയച്ചു. God put me on the public platform at the age of 19. 19 വയസ്സ് പ്രായമുള്ളപ്പോൾ ദൈവം എന്നെ പരസ്യ വേദിയിൽ നിർത്തി. Then God took me to the television platform. പിന്നെ ടെലിവിഷൻ പ്ലാറ്റ്ഫോമിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോയി. Then took me to the world platforms. പിന്നെ ലോക വേദിയിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോയി. Then took me to the platforms of governance, the governments. പിന്നെ സർക്കാരുകളുടെ വേദിയിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോയി. And the platform with the prime ministers. പിന്നെ പ്രധാനമന്ത്രിമാരുമായിട്ടുള്ള വേദിയിലേക്ക് കൊണ്ടുപോയി. That's how God will make you fly high as an eagle. അങ്ങനെയാണ് കഴുകനെ പോലെ ഉന്നതകളിലേക്ക് ഉയർന്ന് പറക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങൾക്കിടയാക്കുന്നത്. When you share what Jesus has done for you with everyone around you. യേശു നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന എല്ലാ സംഗതികളും നിങ്ങൾ ചുറ്റുപാടുമുള്ള ആളുകളോട് നിങ്ങൾ പങ്കിടുമ്പോൾ, And then live a holy life saying, I have shared about Jesus, now I must live a holy life and cry to God for holiness. ഞാൻ യേശുവിനെ കുറിച്ച് പങ്കിട്ടിരിക്കുന്നതിനാൽ ഞാൻ വിശുദ്ധ ജീവിതം നയിക്കണം എന്ന ആവശ്യം ഉള്ളതുകൊണ്ട് യേശുവേ എന്നെ വിശുദ്ധനായി ജീവിക്കാൻ സഹായിക്കണമെന്ന് യേശുവിനോട് കരഞ്ഞപേക്ഷിക്കണം. Faithful in small things. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത പുലർത്തണം. God will make you ruler over many. ദൈവം അനേക കാര്യങ്ങളിൽ നിങ്ങളെ യജമാനൻ ആക്കും. This is how you rise in this world. ഇങ്ങനെയാകുന്നു നിങ്ങൾ ഈ ലോകത്തിൽ ഉയരുന്നത്. Yes, I was a failure. അതെ, ഞാനൊരു പരാജയമായിരുന്നു. Today I am able to help others come out of their failure through the power of God's Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയാൽ മറ്റുള്ളവരുടെ പരാജയങ്ങളിൽ നിന്ന് അവരെ പുറത്തേക്ക് എടുക്കുന്നതിന് ദൈവം ഇന്ന് എന്നെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. May God give you that grace also. ദൈവം നിങ്ങൾക്കും ആ കൃപ നൽകട്ടെ.